ശരീരത്തിന്റെ ശക്തിയേക്കാൾ വലുതാണല്ലോ മനസ്സിന്റെ ശക്തി. മനസ്സ് തകർന്ന തീർന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ മാത്രമായിരുന്നു എന്റെ കൈമുതൽ. രേണുകയുടെ കാര്യത്തിൽ നിങ്ങൾ നിരപരാധിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? യെസ്, എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മുത്തു. താമസിയാതെ കണ്ടെത്താനാവും. നിങ്ങൾ ഭയപ്പെടുന്ന മാതിരി ഒന്നുമില്ല. താനേ ഏതായാലും അവരെ കൂടെ ഒന്ന് കണ്ടേക്ക് ശ്യാം. കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. ഞാൻ എങ്ങനെയാണ് സാർ അവരെ? പഠിക്കണ്ട ശ്യാം. അറ്റ്ലീസ്റ്റ് രേണുക കേസിന്റെ പേരിൽ ഇനിയെങ്കിലും തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യാമല്ലോ. ഇരിക്കൂ. താങ്ക്സ്. വിവാദമായ പല കേസുകളും വാദിച്ചു ജയിച്ച് കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വിദഗ്ധൻ. പണത്തിലും സുഖഭോഗ വസ്തുക്കളിലും ഭ്രമിച്ച് നീതിപീഠത്തെ വഞ്ചിക്കാൻ കൂട്ടാക്കാത്ത ആദർശധീരനായ അഭിഭാഷകൻ. പത്രത്താളുകളിൽ നിരന്തരം ശോഭിച്ചിരുന്ന പേരുകാരനും ആയിരുന്നല്ലോ. എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ യാതൊരു കാരണങ്ങളും കൂടാതെ വക്കീൽ കുപ്പായം വലിച്ചെറിയേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് മാത്രം ഇന്നും അജ്ഞാതം. ഈ പറഞ്ഞത് മുഴുവൻ എന്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ മിസ്സിസ് അരുന്ധതി മേനനെ കുറിച്ചുള്ള എന്റെ അറിവുകളും വലുതാണ്. പ്രശസ്ത കവയത്രി, സാമൂഹ്യ സേവക, അഗതികൾക്കെന്നും ആശ്രയമായ വിശാല മനസ്കാർ, സർവോപരി ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ അമരക്കാരി, അതായത് ഒരു ഫെമിനിസ്റ്റ്. നോ, അല്ല. നിങ്ങൾ ഒടുവിൽ പ്രയോഗിച്ച വിശേഷണം എനിക്ക് ചേരുന്നതല്ല. സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം സ്ത്രീ സമത്വവാദി എന്നാണ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരിക്കലും പുരുഷന് സമമാകില്ല മിസ്റ്റർ ശ്യാമപ്രസാദ്. അനോട്ടമിക്കലായിട്ട് പോലും ദൈവം അത്തരത്തിലാണ് അവളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളാണ് അവൻ വിധിച്ചിരിക്കുന്നത് എന്ന് കരുതി സ്ത്രീ പുരുഷന്റെ അടിമയാണെന്നൊന്നും അതിനർത്ഥമില്ല. പുരുഷന്റെ ശക്തി ശരീരത്തിനാണെങ്കിൽ സ്ത്രീയുടെ ശക്തി അവളുടെ മനസ്സിനാണ്. ശരീരത്തിന്റെ ശക്തിയേക്കാൾ വലുതാണല്ലോ മനസ്സിന്റെ ശക്തി. മനസ്സ് തകർന്ന തീർന്നില്ല. പിന്നെ ആ ശരീരം കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ടാണല്ലോ സ്ത്രീ അവളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് എത്ര കരുത്തനായ പുരുഷനെ പോലും ചിലപ്പോ തകർത്തെറിയാറുള്ളത്, അല്ലേ മാഡം? പുരുഷൻ അത് അർഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്ത്രീയുടെ മനസ്സിന്റെ ശക്തി ഒരായുധമാക്കുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഒരു ശാപം കൂടിയുണ്ട്. പലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്ത്രീക്ക് അവളുടെ മനസ്സിന്റെ ശക്തി വേണ്ടവണ്ണം എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. അതാണ് അവളുടെ പരാജയം. ആ പരാജയം പലപ്പോഴും അവൾ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നതല്ല സത്യം. മനസ്സിന്റെ ശക്തി പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, ആ പ്രയോഗം വികലമാവുമ്പോൾ മാത്രമാണത്. അതായത് സ്വാർത്ഥത, കടുംപിടുത്തം, വാശി, ഈഗോസ്, അങ്ങനെ പല രൂപത്തിൽ അത് പുറത്തേക്ക് വരുമ്പോൾ മാത്രം. ഈ പറയുന്നവയൊന്നും പുരുഷന്മാർക്കില്ല എന്നാണോ മിസ്റ്റർ ശ്യാമപ്രസാദ് പറയുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സംസാരിച്ചത് സ്ത്രീയുടെ മനസ്സിനെ കുറിച്ചാണ്. നിങ്ങൾ സമർത്ഥനാണ് മിസ്റ്റർ ശ്യാമപ്രസാദ്. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് നിങ്ങൾ. കോടതി മുറിയിൽ മാത്രമല്ല, ജീവിതത്തിലും നിങ്ങളത് തെളിയിച്ചിരിക്കുന്നു. എന്താ, അങ്ങനെ അല്ലെന്നാണോ? മാഡം, പ്രൊഫഷനും ജീവിതവും രണ്ടും രണ്ടാണ്. അവയൊരിക്കലും ഒരുമിച്ച് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. കോടതിക്ക് പുറത്ത് ഞാൻ എന്നും ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിച്ച ഒരു കേവല മനുഷ്യൻ. വാദിച്ച കേസുകൾ മുഴുവൻ ഇതുവരെ ജയിച്ചിട്ടേ ഉള്ളൂ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ മാത്രമായിരുന്നു എന്റെ കൈമുതൽ. രേണുകയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ വിജയിക്കുകയായിരുന്നല്ലോ മിസ്റ്റർ ശ്യാം. അവളെ കൈയൊഴിഞ്ഞതോടെ നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരിക്കൊക്കെ ലഭിച്ചത് ഒരു പുതിയ ജീവിതം തന്നെയായിരുന്നില്ലേ? നിങ്ങളുടെ സ്വാർത്ഥത, ഈഗോ, വാശി, കടുംപിടുത്തം, ഇതൊക്കെ കൊണ്ടൊരു പാവം പെണ്ണിന് നഷ്ടമായത് അവളുടെ ജീവിതമാണ്. പക്ഷേ നിങ്ങൾക്കോ നേട്ടങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ? എന്നിട്ടും പരാജയങ്ങളെന്നും പറഞ്ഞ് നിങ്ങൾ എന്റെ മുൻപിൽ വിലപിക്കുന്നു.
നോ, അല്ല. എല്ലാത്തിനും രണ്ടു വശങ്ങളുണ്ടെന്നുള്ള കാര്യം മാഡം ബോധപൂർവ്വം മറക്കുന്നു. നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടെന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സാധാരണ ഞാൻ സംസാരിക്കാറുള്ളൂ. ഓക്കെ, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളൊന്നും തിരുത്താൻ ഞാൻ ആളല്ല. എങ്കിലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, പല കാര്യങ്ങളിലും നിങ്ങളുടെ പല ധാരണകളും തികച്ചും തെറ്റാണ്. വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാതെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ഒന്ന് അറിയാനെങ്കിലും ശ്രമം ഉണ്ടാവണമെന്നൊരു അപേക്ഷയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലെങ്കിലും. ഇല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മാഡത്തിന് പശ്ചാത്തപിക്കേണ്ടി വന്നേക്കും. രേണുകയുടെ കാര്യത്തിൽ നിങ്ങൾ നിരപരാധിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? യെസ്, എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ. അല്പമെങ്കിലും കാരുണ്യവും മനസാക്ഷിയും ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ ഈ സാമൂഹ്യ സേവനവും വിശാല മനസ്ഥിതിയും ഒന്നും കപടമല്ലെങ്കിൽ, സ്വാർത്ഥതയും ഈഗോസും ഒന്നും കലുഷിതമാക്കാത്ത മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ എങ്ങനെ ഉപദ്രവിക്കരുത്. സാറാണല്ലോ. സാറെന്താ ഇവിടെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. അത് മോർച്ചറിയിലടുത്ത്. ശ്യാം സാറേ, ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? ഓ, 1 2 മറ്റോ വന്നതായിരിക്കും അല്ലേ? അതൊക്കെ അകത്തുണ്ടായിരുന്നല്ലോ. പാമ്പുള്ള ഏരിയ കേട്ടോ സാറേ, സൂക്ഷിക്കണം. അയ്യോടിയേ, ആ തരക സാറിന്റെ മോള് കാരക്കുഞ്ഞും ആ സ്നേഹ കൊച്ചും കൂടി സാറിനെയും കെട്ടിയോളെയും കാണണമെന്നും പറഞ്ഞ് റൂമിലോട്ട് പോയിട്ട് സാർ കണ്ടില്ലായിരുന്നോ? ഉള്ളതാ സാറേ, അവര് മുറി കാണും. സാർ അങ്ങോട്ട് ചെല്ല്. അല്ല, സാറ് കാരക്കുഞ്ഞിനെ ഇതുവരെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ സാറേ? അല്ലെങ്കിൽ പലരും വെള്ളം ഇറങ്ങാതെ ചാവും. ആർട്ടിക്കിൾ തന്നേക്കാം. ഓക്കെ സാർ. എന്റെ തിരക്കുകളെ കുറിച്ച് സാറിനും അറിയാലോ. കോടതിയും പോലീസും ഒക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ. ശരി സാർ, ഞാൻ നാളെ തന്നെ ആർട്ടിക്കിൾ ഫിനിഷ് ചെയ്ത് തന്നേക്കാവുന്നേ. ഓക്കെ, നാളെ കാണാം സാർ. എന്താ കുട്ടി? മുത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ആഹാരം കഴിച്ചോണ്ടിരിക്കുക. ടീച്ചറിനെ തേടി അലഞ്ഞു നടന്നല്ലേ? ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിച്ചു കഴിഞ്ഞ ശേഷം അവനോട് ഒന്നിവിടം വരെ വരാൻ പറയും. ശരി മാഡം. ഹലോ, സി ഐ രാജ്മോഹൻ സാർ അല്ലേ? അതെ. ഇത് അരുന്ധതി മേനോനാണ് സാർ. എന്താ മാഡം, ടീച്ചറിനെ പറ്റി വല്ലതും? ഇല്ല സാർ, ടീച്ചറിനെ പറ്റി ഒരറിവുമില്ല. പിന്നെ ഞാനിപ്പോ വിളിച്ചത് മുത്തു തിരിച്ചെത്തിയിട്ടുണ്ട്. ഓഹോ, അത് നന്നായി. അവന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയല്ലോ. ടീച്ചറിനെ പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയാൽ എന്നെ വിളിച്ചറിയിക്കാൻ മറക്കണ്ട. പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളും മാക്സിമം അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ മാഡത്തിനെ വിളിച്ചറിയിച്ചോളാം. ശരി സാർ. ടീച്ചറമ്മ, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു അരുന്ധതിയമ്മേ. റെയിൽവേ സ്റ്റേഷനിലും ബന്ധുക്കളെ വീട്ടിലും എല്ലായിടത്തും. എങ്ങും കണ്ടില്ല. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മുത്തു. താമസിയാതെ കണ്ടെത്താനാവും.
നിങ്ങൾ ഭയപ്പെടുന്ന മാതിരി ഒന്നുമില്ല. പിന്നെ മുത്തു ഇനി പുറത്തേക്കൊന്നും പോവണ്ട. നിന്നെ കാണാത്തതില് മീനാക്ഷി ആകെ ഭയന്നിരിക്കായിരുന്നു. ഇല്ല മീനാക്ഷക്ക, ഞാൻ ഞക്കെ വിട്ട് എങ്ങും പോവില്ല. ടീച്ചറമ്മ കാണാതായപ്പോ തിരക്കാൻ പോയതാ. മീനാക്ഷക്ക, നമ്മൾ കാരണമല്ലേ ടീച്ചറമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാക്ക ഞാനും അന്വേഷിക്കാൻ പോയത്. ഇല്ല അക്ക, ഞാൻ മീനാക്ഷയ്ക്ക് തനിച്ചാക്കി എങ്ങോട്ടും പോവില്ല. എന്താ മുത്തു ഇങ്ങനെയൊക്കെ? നിങ്ങൾ രണ്ടാളും നിമിത്തമല്ല ടീച്ചറിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. രേണുകയെ കാണാതായത് നിങ്ങൾ നിമിത്തമാണോ? രാധിക ടീച്ചറിനോട് പിണങ്ങിയതും നിങ്ങൾ നിമിത്തമാണോ? അല്ല കുട്ടി, അതൊക്കെ ടീച്ചറുടെ ദുർവിധികളാണെന്ന് മാത്രം വിശ്വസിക്കുക. എന്തായാലും മുത്തു തിരിച്ചു വന്നല്ലോ, അത് മതി. ഇനി എന്നോട് പറയാതെ പുറത്തേക്ക് എങ്ങും പോവരുത്, കേട്ടോ? അരുതമ്മ, ടീച്ചറമ്മ. നിങ്ങളുടെ ടീച്ചറമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് തന്നെ തിരിച്ചെത്തും. നോക്കിക്കോ. എന്താ താഹിറേ, അനന്തു ഇനി ആഹാരം കഴിച്ചില്ലേ? ഉവ്വ്, അമ്മ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് കുറേ നേരം ചാട്ടിയും പിടിച്ചിരുന്നു. ഒടുവിൽ മീനാക്ഷി പിണങ്ങൂന്ന് വന്നപ്പോഴാ ഒന്ന് കഴിച്ചത്. മീനാക്ഷി ഇപ്പോഴും കരച്ചില് തന്നെയാ. രാത്രി മുഴുവൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ടീച്ചറമ്മയുടെ കാര്യം പറഞ്ഞ് എന്നെ ഉറക്കിയിട്ടില്ല. ആ മാഡം, ഒരാൾ മാഡത്തെ കാണാൻ പുറത്തു വന്ന് നിപ്പുണ്ട്. ആര്? വക്കീലാണെന്നാ പറഞ്ഞത്. വക്കീലോ? എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്. ആ, ഓഫീസിലേക്ക് കയറിയിരിക്കാൻ പറ, ഞാൻ ഇപ്പൊ വരാം. ശരി മാഡം.